എന്താ പെട്ടെന്ന് ഇപ്പൊ ഇങ്ങനൊരു തീരുമാനം? പ്രത്യേകിച്ചൊന്നുമില്ല, അധികം ഒരു മെൻഷൻ ചെയ്ത് കേട്ടില്ലാത്ത സ്ഥലമല്ലേ. പുതിയതായി എനിക്ക് എന്തെങ്കിലും കണ്ടെത്താനായാലോ. തന്റെ ഇന്റൻഷനൊക്കെ കൊള്ളാം, പക്ഷെ ആ സ്ഥലത്തെ കുറിച്ച് അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല ആളുകൾ പറയുന്നത്. ആളുകൾ പറയുന്ന എല്ലാം വിശ്വസിക്കാൻ പറ്റുമോ സാർ? ആരാലും പ്രൊട്ടക്ട് ചെയ്യപ്പെടാതെ കിടക്കുന്ന ഒരു കാട് എന്നതിനപ്പുറം മറ്റൊരു വിവരവും ആ സ്ഥലത്തെക്കുറിച്ച് ഈ ഫയലിലില്ല. പിന്നെ പോകുമ്പോൾ ആ സ്ഥലത്തെക്കുറിച്ച് കൃത്യമായ ഐഡിയ ഉള്ള ഒരാളെ കൂടെ കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. വേണ്ട സാർ, അത് എനിക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നിങ്ങളവിടെ വരാൻ പാടില്ലായിരുന്നു. ഇത്രയൊക്കെ ഇവിടെ സംഭവിച്ചത്. You guys are fucking vloggers. നിങ്ങൾക്ക് ഇതൊക്കെ ഒരു കണ്ടന്റ് ആയിരിക്കും. I don't care about all this shit. ഇതൊന്നും കേട്ടാൽ നിങ്ങൾക്ക് വിശ്വാസമാകത്തില്ലെന്നറിയാം. ലുക്ക് അറ്റ് ദെയർ. What the fuck? എന്താ അവിടെ നടക്കുന്നത്? ഇതിനെക്കുറിച്ച് ഞങ്ങൾക്കും വ്യക്തമായി അറിയില്ല. നിങ്ങളുടെ ഇതേ അവസ്ഥ തന്നെയായിരുന്നു കുറച്ച് നേരം മുമ്പ് ഞങ്ങൾക്കും. അതുകൊണ്ട് പാനിക്കായിട്ട് കാര്യമില്ല. താൻ എങ്ങനെ അവിടെ എത്തിയത്? ഞാൻ ഇപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കാർഡിനെ കുറിച്ചൊരു പ്രോജക്റ്റ് ചെയ്യണം. അത് ഈ മാസം 20 മുന്നേ സബ്മിറ്റും ചെയ്യണം. അതുകൊണ്ട് ആ സാമ്യമല സെലക്ട് ചെയ്ത് ഞാൻ ഇങ്ങോട്ട് വന്നത്. വന്ന ഡേറ്റ് എന്നാ പറഞ്ഞേ?
പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് 20-ാം തീയതി. ഞാൻ ഇങ്ങോട്ട് വന്നത് 10-ാം തീയതി, ഒക്ടോബർ 10, വർഷം 2024. നമ്മളെല്ലാം വിചാരിക്കുന്നതിനപ്പുറമാണ് ഈ കാട്ടിൽ നടക്കുന്നത്. താനിവിടെ വരുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഞങ്ങളിവിടെ എത്തിയതെന്ന ഈ നിമിഷം വരെ കരുതിയത്. പക്ഷെ അങ്ങനെയല്ല. ഞങ്ങളിവിടെ വരുന്നത് ഫെബ്രുവരി 24-നാണ്, വർഷം 2023. അപ്പം നിങ്ങൾ ഇവിടെ വന്നിട്ട് 1 വർഷമായോ? ഐ തിങ്ക് വി ആർ സ്ക്രൂഡ് അപ്പ്. ഇവിടുന്ന് രക്ഷയോടെ എന്താ ഒരു വഴി? ഈ കാടിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുമെന്ന് തോന്നുന്നത്. ആ ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമുള്ള ശബ്ദമൊക്കെ കേൾക്കുന്നത്. അതുകൊണ്ട് രക്ഷപ്പെടാനുള്ള വഴി നമ്മൾ ഈ സ്പേസിനകത്ത് നിന്ന് തന്നെ കണ്ടെത്തണം. അതിനെ ഫോളോ ചെയ്യരുത്. അല്ല, ഞാൻ വന്നപ്പോൾ മുതൽ ഈ ശബ്ദം കേൾക്കുവോ? ഞാനും കേട്ടിരുന്നു. അതിനെ ഫോളോ ചെയ്ത് പോയപ്പോഴാ എനിക്ക് ഇവിടെ മിസ്സായേ. ഈ സൗണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നവരോട് ഒന്നുകൂടെ പറയാമോ? ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാ ഞാൻ ആ ശബ്ദം കേൾക്കുന്നത്. ഞാൻ അതിനെ ഫോളോ ചെയ്ത് പോയി. പിന്നീട് ഈ സ്ഥലമാകെ മാറി. മൊത്തത്തിലൊരു ചേഞ്ച് വന്നതുപോലെ. സാമിനെ മിസ്സായതിനു ശേഷം ആ സൗണ്ട് ഞാൻ വീണ്ടും കേട്ടു. അതൊരു ജീവിയുടെ മറ്റൊന്നുമല്ല, പക്ഷെ അതെന്നെ കുറേ ദൂരം പിന്തുടർന്നു വന്നു. ഞാൻ കുറേ ഓടി. അതിനുശേഷം കാടൊക്കെ ആകെ മാറിയ പോലെ. പിന്നെ നോക്കുമ്പോഴാണ് ഞാൻ സാമിനെ കാണുന്നത്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പുറത്തിറങ്ങി. ഓ, അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ കണ്ടത്? എനിക്ക് തോന്നുന്നത് ആ ശബ്ദവും ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ തമ്മിൽ എന്തൊക്കെ കണക്ഷൻ ഉണ്ടെന്നാ. എന്ത് കണക്ഷൻ? അതറിയില്ല, പക്ഷേ എനിക്ക് തോന്നുന്നത് ആ സൗണ്ടിന്റെ ഒറിജിൻ കണ്ടെത്തിയാൽ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി കിട്ടിയേക്കും. പക്ഷേ അത് നമ്മളെ വലിയ പ്രശ്നത്തിൽ കൊണ്ടെത്തിച്ചാലോ? ആ ലൈൻ്റെ അപ്പുറത്ത് കിടക്കുന്നത് എൻ്റെ തന്നെ ബോഡി. അത് ക്രോസ് ചെയ്യാനും പറ്റുന്നില്ല. എന്തെന്നറിയാത്തൊരു ശബ്ദവും കേൾക്കുന്നു. ഒന്നും പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നില്ല. ഇവിടുന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റും. ശരിയാ. അടുത്ത ശബ്ദം കേൾക്കുന്നവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ശബ്ദം കേട്ട് കഴിഞ്ഞ് നമ്മൾ 3ആയിട്ട് പിരിയണം. അതിൻ്റെ ഒറിജിൻ തേടി പോകണം. ഒരുപക്ഷെ പോകുന്ന വഴിക്ക് ഈ കാട് തന്നെ ചേഞ്ച് ആയിരിക്കാം. പിന്തിരിയരുത്. നമുക്ക് ഒരുമിച്ച് തേടിയ പോരാ. നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്ന ഓരോ നിമിഷം വിലപ്പെട്ടതാണ്. അതുകൊണ്ട് എത്രയും വേഗം നമ്മൾ ഇവിടുന്ന് പോകണം. സമയമായി.
ഒരുപക്ഷെ പോകുന്ന വഴിക്ക് ഈ കാറ് തന്നെ ചേഞ്ച് ആയിട്ട് പിന്തിരിയരുത്. എന്തായി? നിങ്ങൾ എന്തെങ്കിലും കണ്ടെത്തിയോ? നമ്മൾ പുറത്തിറങ്ങിയ സ്ഥലത്ത് തന്നെ ഞാൻ ചെന്ന് പെട്ടെ. അപ്പോഴത്തേക്ക് ആ സൗണ്ട് നിന്ന്. എനിക്കും ഇതുപോലെ തന്നെ. ഞാൻ പുതിയൊരു കാര്യം കണ്ടെത്തി. ഞാൻ പറഞ്ഞില്ലേ ഈ കാട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതെന്ന്. അത് ശരി തന്നെ, നമുക്കതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഫോളോ ചെയ്യുന്ന ആ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ആ ലൈൻ ക്രോസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇനി ആ സൗണ്ട് കേൾക്കുന്ന സമയത്ത് നമുക്ക് ആ ലൈൻ ക്രോസ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ചിലപ്പോൾ ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റുമോ? പറ്റുമായിരിക്കും. പക്ഷെ നമ്മൾ ഫോളോ ചെയ്യുന്ന ആ സൗണ്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ആ ശബ്ദം എത്ര നേരം അവനെ കേൾക്കുമെന്നും കൃത്യമായി നമുക്കറിയില്ലല്ലോ. സൗണ്ട് കേൾക്കുന്നത് 30 സെക്കൻഡ്. ഇനി അടുത്ത സൗണ്ട് കേൾക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ബോഡി എവിടെ? നമുക്ക് പോയി നോക്കാം. സാം, നമുക്കിവിടുന്ന് പോയാലോ? അതിന് സമയമായിട്ടില്ല സ്റ്റെഫി. വാ. ഇപ്പം നമുക്ക് മുമ്പിലുള്ളത് വെറും ഇൻഡ്യൂഷൻസ് മാത്രമാണ്. ആൻ പറഞ്ഞതുപോലെ ആ ശബ്ദം നിലനിൽക്കുന്നത് വെറും 30 സെക്കൻഡ് മാത്രമാണ്. അത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഈ കാടിന് പുറത്തിറക്കാൻ കഴിയില്ല. ഇവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ എല്ലാം അവസാനിച്ചെന്നല്ലേ നമ്മൾ കരുതിയേ. പക്ഷെ അവിടെ അതിന് തീരുമാനമായില്ലല്ലോ. വീണ്ടും നമ്മൾ ഇങ്ങോട്ട് തന്നെയല്ലേ തിരിച്ചെത്തിയത്. നമ്മളൊന്ന് ശ്രമിക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. അടുത്ത സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ ഈ ലൈൻ ക്രോസ് ചെയ്ത് പോയി നോക്കാം. 30
എന്താ എന്താ സംഭവിച്ചേ? ഹലോ ഗുദാഹയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഫൈനലി ഞങ്ങൾ സ്വാമിമലയിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ സ്റ്റെഫിയും ഉണ്ട്. ഹായ്. ഇവിടെ കുറച്ച് കള്ളക്കളർ അടിച്ചിറങ്ങിയ നാട്ടുകാരിവിടെ ഉണ്ട്. ഞങ്ങളതൊന്നും കാര്യമാക്കുന്നില്ല. പക്ഷെ ഞങ്ങളതൊന്നും കാര്യമാക്കുന്നില്ല. ഞങ്ങൾ ഇവിടെ ഒരു വ്ലോഗ് എടുക്കാൻ പോവുക. ഇതുവരെ ഞങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല, പക്ഷേ ഉടനെ ഞങ്ങൾ പലതും കണ്ടെത്തും. ആ വിഷ്വൽസ് എല്ലാം നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കും. ഓക്കെ ബൈ. ഓക്കെ. എന്തുവാടി? ഒന്നുമില്ല. വാ. ശരിക്കും ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? I think it's something related to time. Like time travel. എന്ത്? കാടിനുള്ളിൽ അകപ്പെട്ട നിങ്ങൾ മറുവശത്തെത്തി കുറച്ചു നേരം കഴിഞ്ഞാണ് എന്നെ കാണുന്നത്. ആ ടൈം ഗ്യാപ്പിനുള്ളിൽ നിങ്ങൾ ട്രാവൽ ചെയ്തത് 1 year and 8 months ആണ്. അതുപോലെ ഈ കാടിനുള്ളിലേക്ക് എൻ്ററായ അതേ വഴി നമ്മൾ തിരികെ പോയാൽ 1 year and 8 months നമുക്ക് ബാക്കിലേക്ക് പോവാം. അതായത് ഫെബ്രുവരി 24 നിങ്ങൾ ഈ കാടിനുള്ളിലേക്ക് എൻ്ററായ ദിവസത്തിലേക്ക്. മനസ്സിലായില്ലല്ലേ? വെയിറ്റ്, ഞാൻ പറഞ്ഞുതരാം. ഇത് ഈ കാടിനെ ഡിവൈഡ് ചെയ്യുന്ന ക്രോസ് ലൈൻ. ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്ത് പോകുന്നത് ഫെബ്രുവരി 24, 2023. അതായത് ഈ കാട്ടിലേക്ക് നിങ്ങൾ എൻ്റർ ആയ ദിവസത്തിലേക്ക്. അവിടെ ചെന്നാൽ നിങ്ങളെ സ്പ്ലിറ്റ് ചെയ്ത് കാണാം. ഫസ്റ്റ് വൺ പാസ്റ്റിലുള്ള നിങ്ങൾ, അതായത് കാടിനുള്ളിലേക്ക് എൻ്റർ ആകാൻ പോകുന്ന നിങ്ങൾ. സെക്കൻഡ് വൺ ഫ്യൂച്ചറിൽ നിന്ന് ട്രാവൽ ചെയ്ത് പോയ നിങ്ങൾ. പക്ഷെ അങ്ങനെ പോലും ഇതിനൊരു അവസാനം ആവുന്നില്ലല്ലോ. അവസാനിക്കുന്നില്ല, പക്ഷേ പാസ്റ്റിലുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ചേഞ്ച് ചെയ്താൽ അത് ഫ്യൂച്ചറിനെ അഫക്റ്റ് ചെയ്യില്ലേ? അങ്ങനെയെങ്കിൽ 2023 ട്രാവൽ ചെയ്തു പോയി നിങ്ങൾ ഈ കാടിനുള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നത് തടഞ്ഞാൽ ഇതിനൊരു അവസാനം കണ്ടെത്താൻ കഴിഞ്ഞേക്കും. എങ്ങനെ? ഇങ്ങോട്ട് വരാനുള്ള പ്ലാൻ ആരുടെ ആയിരുന്നു? എൻ്റെ. അപ്പോൾ പാസ്റ്റിൽ സാമിനെ പിന്തിരിപ്പിച്ചാൽ ഈ ഇൻസിഡൻറ്റ് ചേഞ്ച് ചെയ്യാൻ കഴിയും. അതിനൊരാൾക്കേ കഴിയും. നിങ്ങൾ ലൈൻ ക്രോസ് ചെയ്ത് സമയം ഓർക്കുന്നുണ്ടോ? അത് ഓർമ്മയില്ല. ഞങ്ങൾ ലൈൻ ക്രോസ് ചെയ്ത സമയത്ത് ഒരു വീഡിയോ എടുത്തിരുന്നു. പന്ത്രണ്ട് മണി. ഓക്കെ,
അപ്പോൾ അടുത്ത ശബ്ദം കേൾക്കുമ്പോൾ സ്റ്റെഫി ലൈൻ ക്രോസ് ചെയ്ത് 2023 ഫെബ്രുവരി 24 ട്രാവൽ ചെയ്തു പോകണം. അവിടെ ചെന്ന് 12 മണിക്ക് മുൻപ് സാമിനെ ലൈൻ ക്രോസ് ചെയ്ത് നിന്ന് പിന്തിരിപ്പിക്കണം. ഒരുപക്ഷേ നടന്നില്ലെങ്കിൽ പാസ്റ്റിലുള്ള നിങ്ങൾ ലൈൻ ക്രോസ് ചെയ്യുന്നതിന് മുൻപ് സ്റ്റെഫി ഇവിടെ തിരിച്ചെത്തണം. സാം, എന്തുവാടി? നീ ഒരു ശബ്ദം കേൾക്കുന്നില്ലേ? സൗണ്ടോ? എന്ത് സൗണ്ട്? അവിടെ ആരോ ഉണ്ട്, വാ നമുക്ക് പോയി നോക്കാം. സ്റ്റെഫി, സ്റ്റെഫി അങ്ങനെ പോവല്ലേ? പാസ്റ്റിലെ സ്റ്റെഫി ഒരിക്കലും തന്നെ കാണാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കും. I know you're confused, but we don't have much time. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം. ഒരിക്കലും ഈ കാണേണ്ട സെന്റ് പോയിന്റ് ക്രോസ് ചെയ്യരുത്. We are already in this. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പിന്നെ കാണേണ്ടി വന്നത്. എത്രയും വേഗം നീ ഇവിടുന്ന് പോകണം. And you must meet Anne. അവളെ ഈ കാട്ടിൽ കയറാതെ പിന്തിരിപ്പിക്കണം. നിനക്ക് പൂർണ്ണമായും ഒന്നും മനസ്സിലായില്ലെന്ന് എനിക്കറിയാം. ഈ കാണുന്ന സെന്റ് പോയിന്റ് ക്രോസ് ചെയ്യുമ്പോൾ സൈൻ മാർക്കായി യൂസ് ചെയ്യാൻ പോകുന്നത് ഈ സ്കാർഫ് അല്ലേ? This is what I told you. We are already in this. Trust me.
എന്ത് വന്നാലും എൻ്റെ അകത്ത് കയറരുത്. ആൻ, യെസ്, ആരാ? അതൊക്കെ ശരി, പക്ഷേ പാസ്റ്റിലേക്ക് ട്രാവൽ ചെയ്ത് പോയത് സ്റ്റെഫി മാത്രമല്ലേ? അപ്പോൾ ഫ്യൂച്ചർ എങ്ങനെ ചേഞ്ച് ആവും? അതുമല്ല, നിങ്ങൾ പറഞ്ഞതും ടൈം ട്രാവൽ തിയറി വഴി നോക്കുമ്പോൾ ഇതൊന്നും പോസിബിൾ അല്ല. ഐ തിങ്ക് ഇറ്റ്സ് സംതിങ് ബിയോണ്ട് ദാറ്റ്.